ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പീച്ചിങ്ങ കടഞ്ഞതാണ്. പീച്ചിങ്ങ ഇത് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ക്വയറായിട്ട് ഇതങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമുക്കത് ഉടച്ചെടുക്കേണ്ടതാണ്. ഞാനിതവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുക്കർ വയ്ക്കാം, കുറച്ച് വെള്ളം മതി. അതിൻ്റെ കൂടെ ഇത് വെള്ളം ഒഴിച്ച് പീച്ചിങ് ഇടാം. പീച്ചിങ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ കൂടെ പച്ചമുളക്, ഒരു 4 പച്ചമുളക്, 2 തക്കാളി, കുറച്ച് 10-15 ചെറുള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടെ ഒന്നിച്ചിടാം. എന്നിട്ട് കുറച്ച് ഉപ്പിടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വേകണം. 4 വിസിൽ വെച്ചിട്ട് നന്നായി. പീച്ചിങ് വേഗം വേകും, തക്കാളിയും വേകും, ചെറുള്ളി കുറച്ച് വേകണം. കുറച്ച് ഉപ്പിടാം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 വിസിൽ വിടാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായി വെന്ത് ഉടയണം. നമുക്ക് കടയ്ക്കാനുള്ളതാണ്. നന്നായി ഉടച്ചെടുക്കണം. തക്കാളി ഒന്നങ്ങനെ ഇടുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പുളി ഒഴിക്കാം. അപ്പോൾ പീച്ചിങ്ങ പുളിയാവും. എരിവ് പോരെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട കാരണം മുളക് പൊടി ആവശ്യമില്ല. ഇത് വിസിൽ വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. 4 വിസിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്നും വരുന്നവർക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കി വിസിൽ ഒന്ന് പോട്ടെ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വിസിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വന്നിട്ടുണ്ട്. അല്ലേ, നന്നായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടയ്ക്കാം. നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അതുകൊണ്ട് ഞാനിതൊന്ന് നന്നായി ഉടയ്ക്കും. ഇതൊന്ന് ഉടയ്ക്കുമ്പോഴേക്കും നമുക്ക് താളിപ്പ് ഇടണം. താളിപ്പിന് ഞാൻ ഇതൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഒന്നും കൂടെ ഉടയ്ക്കാനുണ്ട്. ഇതൊന്ന് അടുപ്പിൽ വയ്ക്കാം. ഗ്യാസ് കത്തിക്കാം. ഒന്ന് ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിക്കും. നന്നായിട്ടുണ്ടാകും. നല്ല ടേസ്റ്റ് ഉണ്ടാകും. തക്കാളി വേണ്ട വെച്ച് നമുക്ക് കുറച്ച് പുളി ഒഴിക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് കുതിർത്തിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒഴിക്കും. തക്കാളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഒരു ചൂടായി കുറച്ച് എണ്ണ ഒഴിക്കും. ഒന്ന് കുറച്ച് വയ്ക്കാം. താളിപ്പിനുള്ള കുറച്ച് എണ്ണ ഒഴിക്കും. ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചെണ്ണ നന്നായിരിക്കും. നല്ലൊരു മണം ഉണ്ടാവും. ഇതിലൂടെ കുറച്ച് കടുക് ഇടാം. 1 സ്പൂൺ കടുക്. കടുക് നന്നായി പൊട്ടിയ ശേഷം കടുക് പൊട്ടുണ്ട്. കുറച്ച് ജീരകം ഇടാം. 1/4 സ്പൂണ് കുറച്ച് ജീരകം. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി 2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വറമുളക്, കുറച്ച് കരിവേപ്പില. അതിൻ്റെ കൂടെ ഒരു വെളുത്തുള്ളി. നന്നായിട്ടൊന്ന് നോക്കുക. ഇനി തീ കുറച്ച് വയ്ക്കുക. വേഗമാകും. നന്നായിട്ട് വറുത്തിട്ട് നമുക്ക്
പീച്ചിങ്ങ കടഞ്ഞതിന് നല്ലൊരു ഭംഗി ഉണ്ടാകും, നല്ല മണം ഉണ്ടാകും. വെളുത്തുള്ളി ചെറുള്ളിയൊക്കെ ഒന്ന് വറുത്തിട്ടാൽ നല്ലൊരു മണം ഉണ്ടാകും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് എരിവ് പോരാ വെച്ചാൽ ഇതൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഇടാം. 1/4 സ്പൂണ് മുളക് പൊടി, ഒരു കളറും കിട്ടും. കുറച്ച് എരിവ് പോരെങ്കിൽ നന്നായിരിക്കും. നന്നായി വറന്നിട്ടുണ്ട്. നമുക്ക് ഈ കടഞ്ഞത് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പീച്ചിങ്ങ കടഞ്ഞത്. കുറച്ചും കൂടെ കരിവേപ്പില, പച്ച കരിവേപ്പില ഇടാം. റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക, ഉണ്ടാക്കിയ അഭിപ്രായങ്ങളൊക്കെ പറയുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ കടഞ്ഞത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.